നമ്മുടെ അടുക്കളയിലെ പഴയ അതേ സ്വാദ് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള കല്ലിൽ തന്നെ വേണം അരച്ചെടുക്കാൻ. സത്യം പറഞ്ഞാൽ ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർ ഇത് വാങ്ങുന്നുണ്ട്. എങ്കിലും ആദ്യമായി ഇതെങ്ങനെ ഉപയോഗിക്കും, എങ്ങനെയാണ് ഇതിനെ പഴക്കം വരുത്തുക എന്ന് പലരും ചോദിച്ചിരുന്നു. അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വരൂ, ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഉടൻ തന്നെ വെള്ളമൊഴിച്ച് കഴുകരുത്. ഒരുപാട് പൊടിപടലങ്ങളുണ്ടാകും. ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ വൃത്തിയാക്കിയ ശേഷം മാത്രം വെള്ളമൊഴിച്ച് കഴുകുക. ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒരിക്കലും ഉപയോഗിക്കരുത്. പകരം ഇതുപോലെ അരിമാവ് തേച്ച് കഴുകുക. കഴുകാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തേങ്ങയുടെ നാരാണ്. ഇത് കയ്യിലില്ലെങ്കിൽ മെറ്റൽ സ്ക്രബ്ബർ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അടുത്തതായി അരിയിട്ട് എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിൽ നന്നായി അരച്ചെടുക്കുക. അല്പം വെള്ളവും ചേർത്ത് അരച്ചാൽ മതി. അരച്ച ശേഷം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, അതൊരു നേരിയ ചാരനിറത്തിലുണ്ടാകും. ഇപ്പോൾ രണ്ടാമത്തെ തവണ 3 മണിക്കൂർ കുതിർത്തുവെച്ച അരിയാണ് ഉപയോഗിക്കുന്നത്. ഇത് അരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതും നന്നായി കഴുകിക്കളയുക. മൂന്നാമത്തെയും അവസാനത്തെയും തവണ തേങ്ങയോ അല്ലെങ്കിൽ ഉള്ളിയോ അരച്ച ശേഷം നമുക്കിത് കഴുകി മാറ്റാം. അത്രയുള്ളൂ, റെഡിയായി കഴിഞ്ഞു. അല്ലെങ്കിൽ ഇതിന്റെ വില എത്രയായിരിക്കും എന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുമോ? ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. മീഷോയിൽ എനിക്ക് വളരെ കുറഞ്ഞ വിലയിൽ കിട്ടി. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. ലിങ്ക് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഡിഎമ്മിലേക്ക് ലിങ്ക് വരും.